ഇപ്പൊ പറക്കും. ഇപ്പൊ പറക്കും. ഇതേ പറഞ്ഞില്ലല്ലേ? അപ്പോൾ എല്ലാവർക്കും വീണ്ടും ട്രാവൽ വിത്ത് അമേരിക്കയിലേക്കുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ അമേരിക്കയിൽ നിന്ന് പോകുന്നപ്പോൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. എൻ്റെ കൂടെ നാട് കാണാൻ വേണ്ടി, ഗോഡ്സ് ഓൺ കൺട്രി കാണാൻ വേണ്ടി ഒരാളും കൂടെ പോകുന്നു. ഒരാളല്ല, ഒരു പെണ്ണാണ്. ആരെന്നല്ലേ? മിനിമോൾ, DJI MINI 2. ഇവൻ DJI MINI 2 ആണ്. DJI തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മിനി ഡ്രോൺ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് Mavic Mini ഇറങ്ങിയിരുന്നു. അതിനേക്കാളൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടാണ് MINI 2 വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ശരിക്കും അവിടുന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്. അവിടെ ശരിക്കും എനിക്ക് നവംബർ 14 എനിക്ക് ഡിവൈസ് കിട്ടിയതാണ്. പക്ഷെ പറത്താനൊന്നും സമയം കിട്ടിയില്ല. നാട്ടിലോട്ട് വരെ തിരക്ക് കാരണം ഞാൻ അവിടുന്ന് പറത്തിയില്ല. ജസ്റ്റ് 1-2 ട്രയൽ മാത്രമേ അവിടെ നടത്തിയുള്ളൂ. ഇത് ഒഫീഷ്യലായിട്ട് ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി, അതേപോലെ തന്നെ ഇതിൻ്റെ ഷോർട്സൊക്കെ ഒന്ന് ഈ പുഴയുടെ വക്കത്തുനിന്ന് ഒന്ന് എടുത്തു നോക്കാൻ വേണ്ടിയാണ്. ഇത് ശരിക്കും പുന്നപ്പുഴയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഉള്ള ഒരു അടിപൊളി പുഴയാണ്. വെള്ളപ്പൊക്കത്തിനിടയ്ക്ക് വെള്ളം കയറാനുള്ള കിടക്കൻ സ്ഥലമാണ്. അപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഈ ഭംഗിയൊന്ന് നമുക്ക് ഡ്രോൺ ഷോട്ട് ഇവിടെ കണ്ടോ. ഇനി മുന്നോട്ട് കൂടുതൽ ഡ്രോൺ ഷോട്ട്സ് കാണുന്ന മുമ്പായി നമുക്ക് DJIയുടെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് വരാം. ശരിക്കും ഞാൻ DJI MINI 2 ഫ്ലൈ മോർ കോംബോ ആണ് മേടിച്ചത്. ഇവൻ ഇവിടെ ശരിക്കും ഒരു $599 അമേരിക്കയിൽ വരുന്നത് കേട്ടോ. ബോക്സിൻ്റെ പുറത്ത് അല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് പറയുന്നുണ്ട്. കൂടാതെ DJIയുടെ ഫ്ലൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ബോക്സ് തുറന്നേക്കാം അല്ലേ. ശരിക്കും ഈ ബോക്സിനകത്ത് ഒരു DJIയുടെ സിമ്പിളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള ഒരു ഡ്രോൺ ബാഗിനകത്താണ് നമ്മൾ ഡ്രോൺ വന്നിരിക്കുന്നത്. പിന്നെ ബാഗ് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ എയർക്രാഫ്റ്റ് ആണ് ഇരിക്കുന്നത്. എയർക്രാഫ്റ്റ് ശരിക്കും ഒരു എന്താ പറയുക വെയ്റ്റ്ലെസ് ആണ്. 250 ഗ്രാമിന് താഴെയുള്ളൂ. ബാറ്ററി ഇട്ടിട്ടില്ല. അപ്പം ശരിക്കും ഒരു എന്താ പറയുക കുഞ്ഞൻ. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ റിമോട്ട് കൺട്രോളറാണ്. നമ്മുടെയൊക്കെ ജോയ്സ്റ്റിക്കിൻ്റെ ഒക്കെ വലുപ്പമുള്ള റിമോട്ട് കൺട്രോൾ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി മൊബൈൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രോൺ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് അക്സസറീസ് ബോക്സിനകത്ത് നമുക്കൊരു USB ചാർജിങ് ഹബ്ബുണ്ട്, USB കേബിള്, ഇനി റിമോട്ടും മൊബൈലും കണക്ട് ചെയ്യാൻ റിമോട്ട് കൺട്രോളിൻ്റെ കേബിള്. ഇനി ഇതാണ് ഒരു 2-way ഒരു ചാർജിങ് ഹബ്ബാട്ടോ. ശരിക്കും ഇത് ഡ്രോണിൻ്റെ 3 ബാറ്ററീസ് ചാർജ് ചെയ്യുന്ന ഹബ്ബ്. കൂടാതെ നമുക്ക് ഇതൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാഗിൽ റിമൈനിങ് ആയിട്ടുള്ളത് നമ്മുടെ മാനുവൽ ബുക്കാണ്. അപ്പം ആകാശത്ത് പറത്തുന്ന സംഭവമായതുകൊണ്ട് നമ്മൾ മാനുവൽ വായിക്കാത്തുള്ള കളി നല്ലതല്ല. അപ്പോൾ ഇതൊരു മുഖ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഫൈനലി ഇനി ബാഗിൽ നമുക്കൊരു 6 എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. ഇൻ കേസ് നമ്മൾ ഫ്ലൈ ചെയ്ത് ഡാമേജ് വന്ന പ്രൊപ്പല്ലേഴ്സ് മാറ്റാനുള്ളതും അതിൻ്റെ സ്ക്രൂസും അത് മാറ്റാനുള്ള സ്ക്രൂ ഡ്രൈവറും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രോണിൻ്റെ ബാഗിനകത്ത് മെയിനായിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ നമ്മുടെ എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ, ഒരു സേഫ്റ്റി ഗാർഡിൽ വെച്ചിട്ടാണ് അവർ ഇട്ടേക്കുന്നത്. ശരിക്കും നമുക്ക് നമ്മൾ ബാഗിനകത്ത് വെക്കുമ്പം പ്രൊപ്പല്ലേഴ്സ് ഒടിയായിരിക്കാൻ വേണ്ടി ഒരു ഗാർഡുണ്ട്. ഇനി ഇതുകൂടാതെ നമ്മുടെ ഫ്രണ്ടിലുള്ള ഗിംബൽ ക്യാമറയ്ക്കും നമ്മുടെ ഡ്രോണിൻ്റെ ക്യാമറയ്ക്കും ഇതേപോലെ സേഫ്റ്റി കവറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം, ഒരു സ്റ്റിക്കേഴ്സൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ഡ്രോൺ ആദ്യമായിട്ട് പറത്താൻ. ശരിക്കും DJIയുടെ തന്നെ കുറച്ച് പ്രൈസി ആയിട്ടുള്ള Air 2 വെർഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കുഞ്ഞൻ ഈ വിലയിൽ ഒരു കിടിലൻ ഐറ്റം തന്നെയാട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ആഗ്രഹിച്ച് ഒരു കൊല്ലം Mavic Mini ഇറങ്ങി കഴിഞ്ഞിട്ട് കാത്തിരുന്നിട്ടാണ് ഇപ്പോൾ MINI 2 മേടിച്ചത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഡ്രോൺ മേടിക്കാനുള്ള കാരണം 250 ഗ്രാമിന് താഴെയുള്ള ഒരു നാനോ ഡ്രോൺ ആയതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ഒരു ലൈസൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈവൻ 4K റെസൊല്യൂഷനിൽ വീഡിയോ എടുക്കും. കൂടാതെ ലെവൽ 5 വിൻഡ് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 38 km/h വിൻഡിലും നമുക്ക് സ്റ്റേബിളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും.
ഇവൻ്റെ ഒക്വാസിങ്ക് ട്രാൻസ്മിഷൻ ശരിക്കും 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ നമുക്ക് ഡ്രോണിനെ പറത്തി വീഡിയോ എടുക്കാൻ പറ്റും. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒബ്സ്റ്റാക്കിൾ അവോയ്ഡൻസ് സെൻസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്കിൽ വേണം ഈ ഡ്രോൺ പറത്താൻ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഡ്രോൺ ഞാൻ മേടിച്ചത്. ഒരു ബിഗിനർ ലെവലുള്ള ആൾക്ക് ഒരു ഫോട്ടോഗ്രാഫിയോടും ഡ്രോണോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. നമുക്കിനി ബാക്കി കാഴ്ചകളും കണ്ടേക്കാം. അപ്പോൾ മിനി 2 ഷോർട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുകയാണ്. ഇത് എടുത്തു പറയുകയാണെങ്കിൽ മിനി 2 തൽക്കാലം ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ബട്ട് അവൈലബിൾ ആയാലും ഇപ്പോൾ തൽക്കാലം ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഡ്രോണിൻ്റെ റെസ്ട്രിക്ഷൻസ് റൂൾസ് ഒന്നും മാറിയിരുന്നു. അപ്പോൾ നവംബർ തൊട്ട് നാനോ ഡ്രോൺസ് 250 ഗ്രാമിന് താഴെയുള്ള ഡ്രോൺസ് നമുക്ക് 15 മീറ്റേഴ്സ് മാത്രമേ ഇന്ത്യയിൽ എവിടെയും പറത്താൻ പറ്റുള്ളൂ. അതൊരു വലിയ അടി തന്നെയാണ്. കാരണം ഞാൻ അമേരിക്കയിൽ അവിടെ എനിക്ക് 150 ഫീറ്റ് വരെ ഉയർത്താൻ പറ്റിയിരുന്നു. കാരണം പല റെസ്ട്രിക്ഷനുള്ള ഏരിയകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് മാക്സിമം 150 ഫീറ്റ് വരെ എനിക്ക് ഉയർത്തിയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം അത് വെറും 15 മീറ്റേഴ്സ് ആയിപ്പോയി. ചെറിയ സങ്കടപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 6 months കഴിയുമ്പം ഈ DJI MINI 2 ഇവിടെ ഇന്ത്യയിൽ റിലീസായി കഴിഞ്ഞാൽ മേ ബി ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കും. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചിന്തിച്ചിട്ടേ മേടിക്കാവൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് വരും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് നമ്മൾ സ്ഥിരം പറയാറുണ്ട് ഡ്രോൺ മേടിക്കണം, നല്ല ഷോട്ട് എടുക്കണം, നമുക്ക് ചാനൽ അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിനെയൊക്കെ മാനിച്ചാണ് നമ്മൾ കുറേ നാൾ കാത്തിരുന്ന ഒരു മിനി 2 റിലീസായപ്പോൾ നമ്മൾ ചാടി ഒരു മിനി 2 അങ്ങ് മേടിച്ചത്. അപ്പം ഇനി മുന്നോട്ടുള്ള എല്ലാ വീഡിയോസിലും ഡ്രോൺ ഷോട്ട്സ് അല്ലെങ്കിൽ നല്ല നല്ല ഷോട്ട് ഞാൻ എടുക്കാൻ പറ്റുന്നതൊക്കെ ഡ്രോണിൽ പകർത്തി നിങ്ങളെ കാണിച്ചിരിക്കും. കൂടാതെ ഇപ്പം നാട്ടിലാണ്, ഈ നാട്ടിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ എത്തിക്കും. അപ്പം ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇത് അടിച്ച് പൊളിച്ചേക്കാന്നേ. അമ്മച്ചിയുടെ കൂടെ അമ്മച്ചി സാധനം പറക്കുന്ന കണ്ടിട്ടില്ല. അപ്പം അമ്മച്ചിയെ പറത്തി കാണിക്കാൻ വേണ്ടിയാണ്. എന്താ അമ്മച്ചി പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ. ഇപ്പൊ പറക്കും. ഇതേ പറഞ്ഞില്ലല്ലേ? എന്നാ പറപ്പിക്കാം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മച്ചിമാർക്ക് നമ്മളെ ഒരുപാട് കളിപ്പിക്കുക, അമ്പിളിമാമനെ കാണിച്ചാനൊക്കെ പറഞ്ഞതല്ലേ. അപ്പം നമ്മുടെ സമയം വന്നപ്പോൾ നമുക്ക് അവർക്കൊരു ഡ്രോൺ കാണിച്ചു കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ സാധനം? പ്ലെയിൻ ആണോ പക്ഷിയാണോ? എന്താ സാധനം അത്? അമ്മച്ചി കൈ കാണിച്ചു വെച്ചാൽ അമ്മച്ചി എടുത്തോണ്ട് വരും. ഇത്ര ഉള്ള അമ്മച്ചി ഇതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ഇനി നമ്മൾ മുമ്പോട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മളൊരു ചെറിയ ഡ്രോൺ മുതലാളി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തൊന്നും വലിയ ഷോർട്സ് ഒന്നും അല്ല, പഠിക്കുന്നേ ഉള്ളൂ. മുന്നോട്ടുള്ള വീഡിയോയിൽ നമ്മൾ നല്ല നല്ല ഷോർട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി കുറയാണ് കേട്ടോ. സീ യു സൂൺ.